പണ്ടത്തെ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് നമ്മുടെ കച്ചോലം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ അല്ലെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് വെക്കും. നമുക്കൊരു ഒറ്റമൂലി എന്നൊക്കെ പറയാവുന്ന ചില മരുന്നുകൾ നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവും. ചോറുണ്ടെങ്കിലും ഒരു ചോടെങ്കിലും കുഴിച്ച് വീടിൻ്റെ മുറ്റത്തെ സൈഡിൽ കുഴിച്ച് വെച്ചാൽ അല്ലെ ചട്ടിക്കകത്തോ ആ ചെടിയുടെ ചോട്ടിൽ വെച്ചാൽ മതി. നമ്മുടെ മെഡിസിൻ്റെ ഒക്കെ ഒപ്പം വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു ചെടിയാണ് ഈ കച്ചോലം എന്ന് പറയുന്നത്. അവനാ പുല്ല് പറിക്കുകയാണോ? പുല്ല് പറിക്കുക തലവേദന കൊണ്ട് മേല, അത് കാരണം ഇങ്ങനെ ഒരു ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് നടക്കുക. ആണോ? തലവേദനയ്ക്ക് ഇത് ഈ കച്ചോല ഇച്ചിരി അരച്ച് കയ്യിലിട്ട് കല്ലയിലിട്ട് ഉരച്ചേച്ച് നെറ്റിയിൽ പുരട്ട്. ചെയ്യുന്ന കാര്യമല്ലേ? ചെറുപ്പത്തില് ഞാൻ എൻ്റെ പിള്ളേർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. വയറിൽ വേദന വരുമ്പോഴത്തേനും പുക്കളയിൽ അരച്ച് തയ്ക്കും, നെറ്റിയേല് നെറുകയില് ഒക്കെ അരച്ച് തയ്ക്കുമായിരുന്നു. ഛർദിലിന് നല്ലതാണ്. ഇഞ്ചിയൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ട് കുഞ്ഞിലത്തെ വയറുവേദനയൊക്കെ വരുന്ന സമയത്ത്. ഇഞ്ചി എല്ലാത്തിനും നല്ലതല്ലേ? നല്ലതാ. ഇതെന്ന് പറഞ്ഞാൽ ഇത് മെഡിസിൻ തന്നെയാണ്. മറ്റേ കറി വെക്കാനും ഒക്കെ ഉള്ളതാണ്. അല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഇഞ്ചിക്ക് പകരമായിട്ട് ഈ മാംസാഹാരമൊക്കെ ഉണ്ടാക്കില്ലേ ചില സ്ഥലങ്ങളിൽ. അപ്പൊ അതിന് പകരമായിട്ട് നമ്മുടെ കച്ചോലത്തിന്റെ കിഴങ്ങ് ഇടുവെന്ന്. ആണോ? അതെനിക്കറിയത്തില്ല. കച്ചോളത്തിന്റെ കിഴങ്ങ് ചേർക്കുമെന്നാണ് പറയുന്നത്. ആ ഇഞ്ചിയുടെ പോലെയാണല്ലോ ഇതിന്റെ കിഴങ്ങ് ഇരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ? അതറിയാൻ പാടില്ല എനിക്ക്. ആണല്ലേ? ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മളെ അല്ല പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വ്യത്യസ്തമായ രീതിയിലല്ലേ? അത് ശരിയാ. ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പം തലവേദന വന്നപ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചപ്പോഴാണ് ആലോചിച്ചത് നമുക്ക് എത്രത്തോളം മെഡിസിൻ നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ കിട്ടാനുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ഓർമ്മയിൽ മുത്തശ്ശിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോകണ കാണാം. നേരെ കൊണ്ട് ആ അടുക്കള വശത്ത് പറമ്പിൽ കൊണ്ട് കുഴിച്ചിടും. അപ്പം അത്യാവശ്യം വരുന്ന സമയത്ത് ഇപ്പോൾ വയറുവേദന നമുക്ക് രാത്രി വയറുവേദനയൊക്കെയാന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പോയിട്ട് മാന്തിയിട്ട് ഒരു കഷ്ണം ഒടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അതിങ്ങനെ ചതച്ചിട്ട് കൊച്ചുങ്ങൾക്ക്. അതെ, അപ്പം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ നമ്മുടെ കച്ചോലം എന്ന് പറയുന്നത്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ വീടുകളിൽ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ മെഡിസിൻ്റെ ഒക്കെ ഒപ്പം വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു ചെടിയാണ് ഈ കച്ചോലം എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഓമനാമയൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ടെന്നാണ് പറഞ്ഞത് വയറുവേദനയ്ക്കൊക്കെ അല്ലേ? എൻ്റെ കൊച്ചുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വയറുവേദന, ഛർദില്, അങ്ങനെ പനി ഒക്കെ ഉള്ളപ്പോഴത്തേന് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആശുപത്രി പോകണമെങ്കിൽ ഒത്തിരി ദൂരങ്ങളാണ്. അപ്പം അന്നേരം ഇത് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ശകലം വിഷവൈദ്യമൊക്കെ ഉള്ളതാ. പട്ടി കടിച്ചാലുണ്ട്, എലി കടിച്ചാല്, പിന്നെ ഈ കൈവശം അങ്ങനെയുള്ള പിന്നെ ഒരു ചെറിയ ചെറിയൊരു വൈദ്യമാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കറിയാം ഇത് ഒക്കെ ചെയ്യണത്. അപ്പൊ അന്നേരം അമ്മ ഇന്നത് കാണിച്ചാൽ മതി, ഇന്നത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു തരും. അമ്മ കൊണ്ടുവന്ന് തരും. അപ്പൊ അത് ഇങ്ങനെ ചെയ്യുക. അതെ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ കച്ചോലം വയറുവേദനയൊക്കെ പിള്ളേരൊക്കെ പണ്ട് കാലങ്ങളിൽ പണ്ടെന്നല്ല ഇപ്പോഴാണെങ്കിലും എല്ലാ വേദനകളും ഇളകുന്നത് നമുക്ക് രാത്രി സമയത്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അന്നൊക്കെ ഈ ആഞ്ഞിലിക്ക, വിളമാങ്ങ, ചക്ക ഇതൊക്കെ നടന്നങ്ങ് തിന്നുവല്ലേ പിള്ളേര്. അത് രാത്രിയിലല്ലേ അങ്ങ് ബഹളം അങ്ങോട്ടാ. കിടന്നുറങ്ങുവോ, നമ്മൾ ഉറക്കുക, അവരെ ഉറങ്ങുവോ. അന്നേരം ഛർദിലായി, പിന്നെ വയറിളക്കായി, അത് തന്നെ. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അതെ, പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം എന്ന് പറയുന്നത് പണ്ട് പട്ടിണി. കാരണം ഇത്രത്തോളം പോഷ് ലൈഫ് ഒന്നും അല്ലല്ലോ. ഭക്ഷണത്തിന് കുഴപ്പമില്ല, കിട്ടുന്ന മാങ്ങ, ചക്ക, തീറ്റയ്ക്ക് ഭംഗിയില്ല. അപ്പൊ ഇതെല്ലാം പിള്ളേര് തിന്നുമ്പോ ഇവർക്ക് പിന്നെ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. പക്ഷെ നമ്മുടെ ഈ അസുഖങ്ങളെല്ലാം ഇളകുന്ന സമയം എന്ന് പറയുന്നത് രാത്രി സമയത്താണ്. വയറുവേദന, ഛർദി, തലവേദന ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ശ്രദ്ധിച്ചറിയാം. പല്ലുവേദന ആയാലും എന്ത് വേദനയായാലും രാത്രിയിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിനായിട്ട് പണ്ടത്തെ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് നമ്മുടെ കച്ചോലം എന്ന് പറയുന്നത്. നമ്മുടെ മുത്തശ്ശിമാരുടെ വൈദ്യമാണ്. തുളസിയില, തുമ്പയൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് ഞാൻ കുടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ വയറുവേദനയ്ക്ക്. ഇഞ്ചി അരച്ച് തന്നിട്ടുണ്ട്, ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. ഇപ്പോഴാണെങ്കിലും നമ്മൾ മിക്ക വീടുകളിലും ഇഞ്ചിയൊക്കെ ആണെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മുറ്റത്തോ അടുക്കളത്തോട്ടത്തിലൊക്കെ ആണെങ്കിലും വെച്ച് പിടിപ്പിക്കാറുണ്ട്. പക്ഷെ കച്ചോലം ഒന്നും അങ്ങനെ അധികം ആരുടെ വീട്ടിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ ഇപ്പോഴും ആണല്ലേ? ഇപ്പോഴും പറിച്ചു. ഞങ്ങൾക്ക് ഈ മലമ്പ്രദേശം ആയതുകൊണ്ട് ഈ കച്ചോലം, എള്ള്, ഇഞ്ചി, മഞ്ഞള് അതൊക്കെയാ കൂടുതൽ കൃഷി. കപ്പ, ചേന അങ്ങനെയൊക്കെ ഉള്ള കൃഷി. അപ്പൊ ഈ കച്ചോലം ആരും വിട്ടുകളയല്ല. ഒരു കഷ്ണമെങ്കിലും ഒരു വീട്ടിലും ഉണ്ട്. ആ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്.
ശരിക്കും പണ്ട് കാലത്ത് താമസിക്കുന്ന നമ്മുടെ അമ്മമാര് വീട്ടിലുള്ള വീടുകളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെയുള്ള ചെറു മരുന്നുകൾ, നമുക്കൊരു ഒറ്റമൂലി എന്നൊക്കെ പറയാവുന്ന ചില മരുന്നുകൾ നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവും. അത് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും മലയോര മേഖലകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും തന്നെ പെട്ടെന്നൊരു വയറുവേദന വന്നോ അല്ലെങ്കിൽ ഒരു ഛർദി വന്നോ അവർ ചെയ്യാനുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡ് ആദ്യമേ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് ചെയ്തു തരും. അതിനുശേഷമായിരിക്കും ഹോസ്പിറ്റലിൽ ആവശ്യമില്ല, എന്തായാലും കളയണില്ല ആരും. എല്ലാ ഒരു കഷ്ണമെങ്കിലും അവർ കുഴിച്ചെറിഞ്ഞുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ള പിള്ളേർക്കൊക്കെ ഇത് വേണോ? അതെ, ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും വേണ്ട. അവര് ഓടി വണ്ടി എടുത്തോണ്ട് പോകുമല്ലേ, ആശുപത്രിയിലേക്ക് പോകുമല്ലേ. അല്ല, ഇപ്പോഴത്തെ അസുഖങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓമനമ്മേ. പണ്ടത്തെ അസുഖങ്ങളല്ല, പണ്ടത്തെ ഫുഡിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളാണ് നമ്മുടെ ശരീരത്തിന് പല ദോഷങ്ങളും വരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷാംശങ്ങളല്ല, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമ്മൾ തന്നെ കഴിക്കുന്നു, നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്നു. ഇതെല്ലാം നമ്മൾ വാങ്ങുന്നു, പുറത്തുനിന്ന് വരുന്നത് എന്തെല്ലാം മരുന്നുകൾ അടിച്ചിട്ടാണ് ഓരോ പച്ചക്കറി ഐറ്റംസ് ആണെങ്കിൽ പോലും വരുന്നത്, മീനുകളാണെങ്കിലും ഇറച്ചിയാണെങ്കിലും എന്തായാലും അതിൽ ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ അല്ലെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് വയ്ക്കുക. അപ്പം ഇതുപോലുള്ള ചെടികളുണ്ടല്ലോ, ഉറപ്പായിട്ടും നമ്മൾ ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനാണെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഒരു അറിവും ഉണ്ടാവില്ല. കാരണം കച്ചോല എന്താണെന്ന് അറിയാൻ പാടില്ല. അതിപ്പോ പതുക്കെ പറയണ്ട, വലിയതായിട്ട് പറഞ്ഞാലും ഒന്നും അറിയാൻ പാടില്ല. അതെ, അങ്ങനെ അറിവില്ലാത്തതാണ് ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാനും ഇങ്ങനെയുള്ള കൃഷികളൊക്കെ അന്യം നിന്ന് പോകാതെ അതിനെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു സംരംഭം ഇങ്ങനെ ചെയ്തു കൂടുന്നത്. കാരണം ഓരോ കളത്തിലായാലും ഓരോ പച്ചക്കറികളും നമ്മുടെ പഴമയെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. കാരണം ഇതൊക്കെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പകർന്നു വയ്ക്കുക, അതാണ് നമ്മൾ മാംഗോമെഡസിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. കാരണം വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് വേണ്ടിയിട്ട് പകർന്ന് വെക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ കച്ചോല എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ വീട്ടിൽ വയ്ക്കേണ്ട ഒന്നാണ്. അപ്പം ഇതുപോലത്തെയുള്ള ഔഷധ സസ്യങ്ങളും നമ്മുടെ പഴമയെ നിലനിർത്താനുള്ള ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പഴമയിൽ, കാരണം ഇതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഇത് നമ്മുടെ കയ്യിലുണ്ടാവും. കാരണം ഇങ്ങനൊരു ചെടി പരിചയപ്പെടാൻ കുട്ടികൾക്ക് മനസ്സിലാകാനാണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും, പല ചെടികളെ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തുള്ള അടുത്തടുത്ത വീഡിയോയുമായിട്ട് ഓമനമ്മയുടെ പഴയ കാലത്തെ കുറേ അറിവുകളും ഇപ്പം നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.